സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതിയെയും യുവാവിനെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാസർഗോഡ് പൂച്ചക്കാട് സ്വദേശിനി അനുശ്രീ, കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി വി അമൽ എന്നിവരാണ് മണിക്കൂറുകളുടെ ഇടവേളകളിൽ വിട പറഞ്ഞത്. എന്തിനാണ് ഇരുവരും ഈ കടുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. അനുശ്രീക്കും അമലിനും ഇടയിൽ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ലാതെ തന്നെ ഇരിക്കുകയാണ് ഉറ്റവരും വേണ്ടപ്പെട്ടവരും എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. ഉറ്റവരും സുഹൃത്തുക്കളും ഒരുപോലെ പകച്ചു നിൽക്കുകയും ചെയ്തു. മാംഗല്യത്തിന് തീയതി കുറിച്ചവരുടെ അപ്രതീക്ഷിത വേർപാടിൽ നാടൊട്ടാകെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ്. ഇരു കുടുംബങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ദുരന്തത്തിന് കാരണം തേടി അങ്കലാപ്പിലാണ് പോലീസ് സംഘം. ബാങ്ക് ഉദ്യോഗസ്ഥരായ ഇരുവരുടെയും ദുരൂഹ വേർപാടിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. കർണാടകയിലെ ഹുൻസൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരിയാണ് അനുശ്രീ. അമൽ എറണാകുളം MG റോഡ് SBI ശാഖയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വരുന്ന ഡിസംബർ 26-നായിരുന്നു ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. 2 മാസം മുൻപ് അനുശ്രീയുടെ പൂച്ചക്കാട്ടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം നിശ്ചയ ചടങ്ങുകൾ ആഘോഷപൂർവ്വം നടന്നത്. സന്തോഷകരമായി മുന്നോട്ട് പോയ ബന്ധത്തിനിടെ പെട്ടെന്നുണ്ടായ ഈ വൻ ദുരന്തത്തിന്റെ നടുക്കത്തിൽ ബന്ധുക്കൾ ഇതുവരെയും മുക്തരായിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അവർക്ക് എന്തിനാണ് ഇവരിത് ചെയ്തത് എന്നറിയില്ല. ഒരുമിച്ച് ജീവിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുമാണ് അച്ഛനും അമ്മയും അടക്കമുള്ളവർ കൂടെ നിന്നത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കരുതെന്ന് പ്രാർത്ഥിച്ചതോ ഒന്നായി മാറുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി വൈകുന്നത് വരെ അനുശ്രീ ഹുൻസൂരിലെ ബാങ്ക് ശാഖയിൽ ജോലിയിലുണ്ടായിരുന്നു. ഈ സമയത്ത് അമൽ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നതായി രാത്രി അനുശ്രീ തന്റെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ബുധൻ രാവിലെ വീട്ടുകാർ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അനുശ്രീ ഫോൺ എടുത്തില്ല. തുടർന്ന് പരിഭ്രാന്തരായി വീട്ടുകാർ ഹുൻസൂരിലെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ ചെന്ന് നോക്കിയപ്പോൾ അനുശ്രീ താമസിക്കുന്ന സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അനുശ്രീയുടെ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പകച്ചുപോയ അമൽ ബുധനാഴ്ച രാവിലെ 8:30 ജീവനൊടുക്കാൻ തീരുമാനിച്ചു. പാലാരിവട്ടത്തെ സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ താമസിച്ചിരുന്ന അദ്ദേഹം അമൽ രാവിലെ 8:45 എറണാകുളത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്തു. തുടർന്ന് തന്റെ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. സംശയം തോന്നിയ സുഹൃത്തുക്കൾ അമലിനെ ഫോണിൽ തിരിച്ചു വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. അപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞത്. ഓടിയെത്തിയ സുഹൃത്തുക്കൾ ലോഡ്ജ് അധികൃതരുടെ സഹായത്തോടെ മുറിയിൽ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് അമലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് ഒന്നാകേണ്ടിയിരുന്ന 2 പേർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വ്യത്യാസങ്ങൾ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വെച്ച് ജീവനൊടുക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ദുരൂഹതയാണ് ഏറുന്നത്. എന്താണ് യഥാർത്ഥത്തിലെ കാരണമെന്ന് എല്ലാവരും ഇപ്പോൾ പതറുകയാണ്. ആർക്കും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നതും ഒരു സത്യമാണ്.